എന്തുകൊണ്ടാണ് നമ്മൾ 234B പ്രകാരവും 234C പ്രകാരവും നമ്മൾ ഇൻട്രസ്റ്റ് അടയ്ക്കേണ്ടത് എന്നറിയാമോ? നമുക്കറിയാം, നമ്മുടെ 26AS എന്ന സ്റ്റേറ്റ്മെന്റുകളൊക്കെ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് പരിശോധിക്കാറുണ്ട്. ഇതിന് കുറച്ച് ഡ്യൂ ഡേറ്റുകളുണ്ട്, ഏത് ദിവസത്തിനുള്ളിലാണ് നമ്മൾ അടയ്ക്കേണ്ടതെന്ന്. ആ ഡ്യൂ ഡേറ്റിനുള്ളിൽ നമ്മൾ ടാക്സ് അടച്ചിട്ടില്ലെങ്കിലാണ് നമുക്ക് എന്ത് വരുന്നത്? സീനിയർ സിറ്റിസൺസ് 60 വയസ്സിന് മുകളിലേക്കാണെങ്കിൽ നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് ടാക്സിനൊപ്പം രണ്ട് പുതിയ സെക്ഷൻ കൂടി കാണാം. 234B പ്രകാരം ഒരു പലിശയും 234C പ്രകാരം മറ്റൊരു പലിശയും, രണ്ടും 1% വീതം നമ്മൾ എക്സ്ട്രാ അടയ്ക്കേണ്ടി വരും. എന്തുകൊണ്ടാണ് നമ്മൾ 234B പ്രകാരവും 234C പ്രകാരവും നമ്മൾ ഇൻട്രസ്റ്റ് അടയ്ക്കേണ്ടത് എന്നറിയാമോ? കാരണം മറ്റൊന്നുമല്ല, നമ്മൾ നമ്മുടെ ടാക്സ് മുൻകൂട്ടി അടയ്ക്കണം. അങ്ങനെ നമ്മൾ മുൻകൂട്ടി നമ്മുടെ ഇൻകം ടാക്സ് അടയ്ക്കുന്നതിനാണ് നമ്മൾ അഡ്വാൻസ് ടാക്സ് എന്ന് പറയുന്നത്. പൊതുവേ നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ നമുക്കറിയാം, നമ്മുടെ 26AS എന്ന സ്റ്റേറ്റ്മെന്റുകളൊക്കെ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് പരിശോധിക്കാറുണ്ട്. ഇതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ ആയ വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ചെയ്ത 26AS നിന്നും AIS നിന്നും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ TDS ആരാണ് പിടിച്ചതെന്നും അവർ എത്ര എമൗണ്ട് ആണ് അടച്ചതെന്നും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് എത്ര എമൗണ്ട് ആണ് നമ്മൾക്ക് തരാനുള്ള എമൗണ്ടിൽ നിന്ന് അവർ TDS ആയിട്ട് മുൻകൂർ ഗവൺമെന്റിലേക്ക് അടച്ചതെന്ന് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ മുൻകൂറായിട്ട് അടയ്ക്കുന്ന മറ്റൊരു തുകയാണ് അഡ്വാൻസ് ടാക്സ്. ഇതിലെ വ്യത്യാസം ഒന്നേ ഉള്ളൂ, അഡ്വാൻസ് ടാക്സ് നമ്മൾ തന്നെയാണ് അടയ്ക്കുന്നത്, എന്നാൽ TDS നമ്മൾക്ക് തരുന്ന തുകയിൽ നിന്ന് മറ്റൊരാളാണ് പിടിച്ചിട്ട് അടയ്ക്കുന്നതെന്ന് മാത്രം. അപ്പൊ TDS പോലെ തന്നെ അഡ്വാൻസ് ടാക്സും ഒരു മുൻകൂറായിട്ട് നമ്മൾ അടയ്ക്കുന്ന ടാക്സ് തന്നെയാണ്. അതായത് ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ നമ്മുടെ ഇൻകം ടാക്സ് ലയബിലിറ്റി 10,000-ലും കൂടുതലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അഡ്വാൻസ് ടാക്സ് ആയിട്ട് ആ തുക അടച്ചു തീർക്കണം. ഇതിന് കുറച്ച് ഡ്യൂ ഡേറ്റുകളുണ്ട്, ഏത് ദിവസത്തിനുള്ളിലാണ് നമ്മൾ അടയ്ക്കേണ്ടതെന്ന്. ആ ഡ്യൂ ഡേറ്റിനുള്ളിൽ നമ്മൾ ടാക്സ് അടച്ചിട്ടില്ലെങ്കിലാണ് നമുക്ക് എന്ത് വരുന്നത്? ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നത്. ആദ്യത്തെ ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് ജൂൺ 15 ആണ്. ജൂൺ 15-നുള്ളിൽ നമ്മൾ 15% ഓഫ് അഡ്വാൻസ് ടാക്സ് അടച്ചിരിക്കണം. അടുത്ത ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് സെപ്റ്റംബർ 15 ആണ്. അതിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത 45%, അതായത് ആദ്യത്തെ 15% ആദ്യം അടയ്ക്കും. ഇനി അടച്ചിട്ടില്ലെങ്കിൽ അത് 45 ആവും. 30% കൂടി കൂട്ടിയിട്ട് നമ്മൾ അടയ്ക്കണം. അങ്ങനെ നമ്മൾ 45% അടയ്ക്കണം. ഇനി നമ്മൾ അടുത്ത ഡ്യൂ ഡേറ്റ് വരുന്നത് 15th ഡിസംബർ ആണ്. ഡിസംബറിനുള്ളിൽ നമ്മൾ 75% അഡ്വാൻസ് ടാക്സ് ആയിട്ട് നമ്മൾ അടച്ചു തീർക്കണം. ഇനി ഏറ്റവും അടുത്ത ഡേറ്റ് എന്ന് പറയുന്നത് മാർച്ച് 15th ആണ്. മാർച്ച് 15th-നുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം? 100% അഡ്വാൻസ് ടാക്സും നമ്മൾ അടച്ചു തീർക്കണം. വളരെ ചുരുക്കി പറഞ്ഞാൽ മാർച്ച് 15 ആകുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ 100% ടാക്സും അഡ്വാൻസ് ആയിട്ട് നമ്മൾ ഗവൺമെന്റിലേക്ക് അടയ്ക്കും. ആദ്യം 15, രണ്ടാമത്തെ ഘട്ടമാകുമ്പോഴേക്കും 40% അടച്ചു തീർത്തിട്ടുണ്ടാവും. മൂന്നാമത്തെ ഘട്ടമാകുമ്പോഴേക്കും 75% തീർത്തിട്ടുണ്ടാവും. അവസാനത്തെ 4ാമത്തെ ഘട്ടമാകുമ്പോഴേക്കും 100%ഉം നമ്മൾ ടാക്സ് അടച്ചിട്ടുണ്ടാവും. ഇനി നമ്മൾ നമ്മുടെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നത് 44AD അല്ലെങ്കിൽ 44ADA പ്രിസംപ്റ്റീവ് ഇൻകം ടാക്സ് എന്ന് പറയും. ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് പ്രകാരമാണ് നമ്മൾ അടയ്ക്കുന്നതെങ്കിൽ, അത് നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നത് ഈ രണ്ട് വകുപ്പുകൾ പ്രകാരമാണെങ്കിൽ നമ്മൾ ടാക്സ് എമൗണ്ട് നമ്മൾ മാർച്ച് 15 കൂടി തന്നെ 100% അടയ്ക്കണം. അവിടെ ഇങ്ങനെ ഒരു സ്ലാബ് ഇല്ല, നമ്മൾ 100% മാർച്ചിനുള്ളിൽ അടച്ചു തീർക്കണം. ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 234B എന്ന് പറഞ്ഞു 234C എന്ന് പറഞ്ഞു ഇൻട്രസ്റ്റ് വരും. സീനിയർ സിറ്റിസൺസ് 60 വയസ്സിന് മുകളിലേക്കാണെങ്കിൽ അവർക്ക് ബിസിനസ് ഇൻകം ഒന്നും ഇല്ല എങ്കിൽ അവർ ഈ അഡ്വാൻസ് ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. സോ അഡ്വാൻസ് ടാക്സിന്റെ ഡ്യൂ ഡേറ്റുകളെ കുറിച്ച് മറക്കാതിരിക്കുക. ഈ 234BC പ്രകാരം ഇൻകം ടാക്സ് ഓഫീസർക്ക് നോട്ടീസ് അയക്കാൻ പറ്റും. നമ്മൾ അഡ്വാൻസ് ടാക്സ് അടച്ചില്ലെങ്കിൽ സെക്ഷൻ 218 പ്രകാരം ഇൻകം ടാക്സ് ഓഫീസർ നമുക്ക് ഒരു നോട്ടീസ് കൂടി അയക്കും. സോ അതുകൊണ്ട് തന്നെ അഡ്വാൻസ് ടാക്സ് അടയ്ക്കാൻ ഒരിക്കലും മറക്കണ്ട.